ഇത് ലോട്ടസ് ആണ്, പോസിറ്റിവിറ്റി. നമ്മള് ഇല്ല, ഞാനത് അതിപ്പം നേരത്തെ ഉണ്ടായിരുന്ന ടാറ്റൂവിനെ കവറപ്പ് ചെയ്യണമെങ്കിൽ അതിനെക്കാട്ടിലും വലിയ ടാറ്റൂ വേണം. അപ്പോ ആ ടാറ്റൂവിനെ കംപ്ലീറ്റ് ആയിട്ട് കളയുകയും വേണം. പക്ഷെ അത് കവറപ്പായി അല്ലെങ്കിൽ അതിന്റെ താഴെ ഒരു ടാറ്റൂ ഉണ്ടായിരുന്ന ആർക്കും മനസ്സിലാവാനും പാടില്ല. ഇതിന് മുന്നുള്ള ടാറ്റൂന് എന്തായിരുന്നു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഓ, അതൊക്കെ പറയണം അല്ല, എന്നാലും അത് വേറൊന്നുമല്ല, ഒരു ഹാർട്ടും മ്യൂസിക്കും കൂടെ കമ്പൈൻ ചെയ്തെടുത്തില്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവമായിരുന്നു. പിന്നെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ പോകുന്നു, ആരോ, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അത് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന എനിക്ക് തോന്നി ഇതിന്റെ പുറകിൽ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി ഉണ്ടെന്ന് എനിക്ക് തോന്നി. മിക്കവർക്കും കാണും. ചിലര് എന്താ പറയുക, ലേസർ ചെയ്ത് കളയും. അപ്പൊ എനിക്ക് ആ ടാറ്റു കാണുമ്പോ അതിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ ഓർമ്മ വരില്ല, ദേഷ്യമാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഫീലിംഗ് ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. അത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് എനിക്കത് കാണുമ്പം ആ ഒരു എന്താ പറയാ, ദേഷ്യവും കാര്യങ്ങളും എന്റെ മൈൻഡിൽ ഇങ്ങനെ ഓർക്കുമ്പോ വരുന്നു. അപ്പൊ ഞാനിങ്ങനെ അത് കളയണം, ലേസർ ചെയ്ത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചേ. പിന്നെ ലേസർ ചെയ്താൽ 2-3-4 സിറ്റിംഗ്സ് വേണ്ടി വരും. പെയിൻഫുള്ളും ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ടാറ്റു എന്തായാലും ഒരെണ്ണം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത്. അപ്പൊ ഞാനും ഫ്രണ്ട്സുമായിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ടാറ്റു ചെയ്തേക്കാം. ടാറ്റു ഞാൻ ആക്ച്വലി നെക്കിന്റെ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ചെയ്യാനാ പോയത്. അപ്പോഴാണ് ഇത് കവറപ്പ് ചെയ്താലോ എന്നിങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയൊരു ടാറ്റു ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഡിസൈൻസ് നോക്കി. ഇപ്പൊ ലോട്ടസിന്റെ സിമ്പിൾ, അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് തന്നെ പോസിറ്റിവിറ്റി ആണ്. കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ പുറകില്. അപ്പോ ഞാൻ വിചാരിച്ചു പിന്നെ ലോട്ടസ് തന്നെ ആയിരിക്കും ഇപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ കഴുത്തിന്റെ പുറകിലെ ടാറ്റു ഉപേക്ഷിച്ചു? കഴുത്തിന്റെ പുറകിലില്ല, ഇനി ഞാൻ ചെയ്യുമല്ലേ? ഇത് ടെമ്പററി ടാറ്റു ആണ്. എന്റെ ഫ്രണ്ട് മറിയം ചെയ്തു തന്നെയാണ്. അതിപ്പോ ഒരു 2-3 വീക്സിനുള്ളിൽ അത് പോകും, ടെമ്പററി ആയതുകൊണ്ട്. ഇതെല്ലാം ടെമ്പററി ചെയ്ത് നോക്കിയിട്ട് പറ്റുമെന്ന് കണ്ടു കഴിഞ്ഞാൽ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈം ആണ് ടെമ്പററി ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ടെമ്പററി ചെയ്തിട്ടില്ല. ഇത് രണ്ടും പെർമനന്റ് ആണ്. ഇതിന്റെ താഴെ ചെയ്തതെന്ന് അറിയില്ലല്ലോ. അത്രയും വലിയത് ചെയ്യാനുള്ള ഒരു മൊത്തത്തിൽ ഭയങ്കര ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണോ? ആവശ്യത്തിന് ബോൾഡ് ആണ്. പണ്ടൊന്നും ഒട്ടും അല്ലായിരുന്നു, ബോൾഡേ അല്ലായിരുന്നു. ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ തന്നെ അവിടെ അപ്പൊ തന്നെ കരച്ചില്, വിഷമം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ബേസിക്കലി ഞാൻ കുറച്ച് ഇമോഷണൽ ഫോൾ എന്നൊക്കെ പറയാം, അതായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പം ലൈഫില് ഇന്റലിജന്റ് ഒന്നും എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങള്, നമ്മുടെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന